യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ദിവസം ആശംസിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. ഈ വാക്യം ഞാനെടുത്ത് വായിച്ചപ്പോൾ ആഴമായ ഗഹനമായ ഒരു ദൈവശാസ്ത്രത്തിൻ്റെ ഒരു തത്വമാണ് അച്ഛന് മനസ്സിലേക്ക് വന്നത്. എന്താണ് നിത്യജീവൻ? അതിന് ഈശോ തന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പം നിത്യജീവൻ എന്ന് പറയുന്നത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അറിയുക എന്നതാണ്. ഈ വചനത്തിന് പയസ് 12-ാം മാർപ്പാപ്പ പറഞ്ഞ ഒരു ചെറിയ ചിന്തയുണ്ട്. ഒത്തിരി ആഴമായ ഈ ഒരു വചനത്തിൻ്റെ വ്യാഖ്യാനത്തേക്ക് നമ്മെ നയിക്കും. ക്രിസ്ത്യൻ ആത്മാവിനും ക്രിസ്ത്യൻ കുടുംബത്തിനും അനുയോജ്യമായ ജീവിതമാണ് ദൈവിക ജീവിതം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഓർക്കുക പ്രിയമുള്ളവരെ, ഇവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ അറിയുക എന്നത്, അതാണ് നിത്യജീവൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. നിത്യജീവൻ മാർഗമായി ദൈവത്തെ അറിയേണ്ട പ്രാധാന്യം ഇവിടെ യോഹന്നാൻ ഊന്നി പറയാണ്. അതിനർത്ഥം നിത്യജീവൻ എന്ന് പറയുന്നത് നേരിട്ടുള്ള വ്യക്തിപരമായ അനുഭവത്തിലൂടെ ഒരു വ്യക്തിയെ അറിയാൻ പഠിക്കുന്നതാണ്. അതായത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും അറിയുക എന്നത് വ്യക്തിപരമായ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു യഥാർത്ഥ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിക്ക് ദൈവത്തെ അറിയാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മനോഭാവം എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ ചിന്തയിലും എൻ്റെ വാക്കിലും അറിയുമ്പോൾ ദൈവിക മനോഭാവം മാറും. ആ ദൈവത്തെ അറിയുകയാണത്. അപ്പോൾ നമുക്ക് പാപത്തോട് വെറുപ്പ് തോന്നും. അതുപോലെ ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് പാപിയുള്ള സ്നേഹമാണെന്നും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ദൈവത്തിൻ്റെ ശക്തമായ പങ്ക് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. മറ്റു വാക്കിൽ പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലൂടെ ദൈവിക മനോഭാവം ഞാനുമായി ബന്ധപ്പെടുന്ന മക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതിനുതകും വിധം എൻ്റെ വാക്കാവണം, അതിനുതകും വിധം എൻ്റെ പ്രവൃത്തിയാകണം. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, യഥാർത്ഥ ജീവിതത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾ എപ്പോഴും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭൂമിയിലെ ത്രിത്വത്തിൻ്റെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഞാൻ പങ്കുചേരുകയും സ്വർഗത്തിലെ ആ ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുകയും ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഇതാണ് നിത്യജീവൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവൻ ദൈവത്തെ അറിയുകയാണെങ്കിൽ ആ അറിവിലൂടെ എൻ്റെ ജീവിതം രൂപപ്പെടുത്തി ഞാനുമായി ബന്ധപ്പെടുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ മനോഭാവം എൻ്റെ പ്രവൃത്തിയുടെ വെളിപ്പെടുവാൻ സാധിക്കട്ടെ. അതിന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.